ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ബൈബിളിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു സംഭവമാണ്. തല കൊയ്ച്ചവളുടെ തല കൊയ്യപ്പെട്ടു. ആരുടെയാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ബൈബിൾ കഥാപാത്രമാണ് സലോമി. സലോമി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സ്നാപക യോഹന്നാൻ്റെ തല വെട്ടി ഒരു പാത്രത്തിൽ വെച്ച് അവിടെ കൊണ്ട് കൊടുക്കപ്പെട്ടത്. പിന്നീട് ഇവൾക്ക് സംഭവിച്ചത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വചനഭാഗം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നത് നല്ലതാണ്. ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 55-ഉം 59-ഉം രണ്ട് ശ്രേഷ്ഠന്മാരെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന കാര്യം അവിടെ കാണാൻ പറ്റും. ഈ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ചെയ്ത് സൂസന്നയെ മരണത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി അവർ ഉദ്ദേശിച്ചു, തീരുമാനമെടുത്തു. അവരുടെ ആഗ്രഹം നടക്കാതെ വന്നപ്പോൾ, അവരുടെ നീക്കം അത് നിഷ്ഫലമായപ്പോൾ, അതിന് വാശിക്ക് പ്രതികാരദാഹത്തോടുകൂടി അവർ ചെയ്തതാണ് സൂസന്നയെ മരണത്തിലേക്ക് തള്ളിവിടണം. അതിനവര് കെട്ടുകഥകൾ ചമച്ചു. നമ്മൾ കാണുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ബാലനായിരുന്ന ദാനിയേലിൽ പ്രവർത്തിച്ചു. ഈ രണ്ട് വചനങ്ങൾ എടുക്കുമ്പോൾ ദാനിയേൽ ഈ ശ്രേഷ്ഠന്മാരോട് രണ്ടുപേരെയും വേറെ മാറ്റി നിർത്തിയിട്ട് ചോദ്യം ചെയ്തപ്പോൾ അവിടെ ഉണ്ടായൊരു കാര്യമാണ്. ഈ സൂസന്ന ഒരാളെ ആലിംഗനം ചെയ്യുന്നത് ഏത് മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചായിരുന്നു? രണ്ടുപേരെ മാറ്റി നിർത്തിയിരുന്നത് കൊണ്ട്, അങ്ങനെ ഒരു കെട്ടിച്ചമച്ച ഒരു കഥയായതുകൊണ്ട് ഒരുപോലെ പറയാൻ അവർക്കില്ലായിരുന്നു. ഒരാൾ ഒരു മരത്തിൻ്റെ പേര്, മറ്റേ ആൾ വേറൊരു മരത്തിൻ്റെ പേരാണ് പറഞ്ഞത്. ഈ രണ്ട് സംഭവങ്ങളിലും ദാനിയേൽ പറഞ്ഞൊരു കാര്യം 55-ാമത്തെ വചനത്തിലും 59-ാമത്തെ വചനത്തിലും കാണാൻ പറ്റും. നിന്റെ നുണ നിന്റെ തന്നെ തലയ്ക്ക് തിരിച്ചടിക്കും. രണ്ടുപേരോടും ദാനിയേൽ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, നീ പറഞ്ഞത് നുണയാണ്, ഈ നുണ നിന്റെ തന്നെ തലയ്ക്ക് തിരിച്ചടിക്കും. അതുപോലെ സംഭവിച്ചു. സൂസന്നായ മരണത്തിലേക്ക് തള്ളിവിടാൻ പദ്ധതി ഒരുക്കിയ, കഥ ചമച്ച ഇവർ രണ്ടുപേരുമാണ് മരണത്തിലേക്ക് പിന്നീട് നയിക്കപ്പെട്ടത്. കാരണം ജനങ്ങൾക്ക് അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും മനസ്സിലായി, ഇവര് ഉണ്ടാക്കിയ കഥയാണ്. ഇല്ലാത്ത കാര്യം പറഞ്ഞ് സൂസന്നായ മരണത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി നോക്കിയതാണ്. അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ സ്ഥാപിക്കപ്പെട്ടു. ദൈവം അതിന് ഇടവരുത്തി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ സലോമയുടെ കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഹെറോദേസ് രാജാവ് തൻ്റെ ജന്മദിനത്തിൽ ഒരു വലിയ വിരുന്ന്, നല്ല എലീറ്റ് ഗ്രൂപ്പിന്, എല്ലാം വളരെ വേണ്ടപ്പെട്ട വ്യക്തികൾ, അവിടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. സലോമിയാണ് ഡാൻസ് കളിച്ചത്. ആ ഡാൻസ് അവരെല്ലാവരെയും ലഹരി പിടിപ്പിച്ചു. അതുകൊണ്ട് ആ ലഹരിയിൽ രാജാവ് വിളിച്ചു പറഞ്ഞൊരു കാര്യം, സലോമി എന്തു വേണേലും ചോദിക്കാം, എൻ്റെ രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാൽ ഞാനത് തരും. കാരണം എനിക്ക് അഭിമാനം തോന്നുന്നു, ഈ സദസ്സിലുള്ളവരെ നീ ഇത്രമാത്രം ലഹരി പിടിപ്പിച്ചതിൽ. അവൾക്ക് എന്താ ചോദിക്കേണ്ടെന്ന് അറിയില്ലായിരുന്നു. അമ്മയോട് ചോദിച്ചു. ഹെറോദിയ അമ്മയ്ക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. ആവശ്യപ്പെട്ട ഒരു കാര്യം, പോയി സ്നാപക യോഹന്നാൻ്റെ തല വെട്ടിയെടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് തരാനായിട്ട് ആവശ്യപ്പെടുക. നാളുകളായിട്ട് അവർ കൊണ്ടു നടന്ന ഒരു പ്രതികാരദാഹം, അത് വീട്ടാൻ ഒരു സുവർണ അവസരം എന്ന പോലെ ആ അവസരത്തെ അവർ കണ്ടു. ശരിക്കും സ്നാപക യോഹന്നാൻ്റെ തല കിട്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാനായിരുന്നു? ഹെറോദേസിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ 3-4 ഏക്കർ സ്ഥലമൊന്നും അല്ല. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ വലിയ ഒരു കാര്യമാണ്. അതുപോലും വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവർ പ്രതികാരദാഹം തീർക്കാൻ മുമ്പോട്ട് വന്നത്. ഇനി അമ്മ പറഞ്ഞിട്ടാണേലും അപ്പം പറഞ്ഞിട്ടാണേലും ആവശ്യപ്പെട്ടതാരാ? സലോമി. അവൾ പറഞ്ഞു, ഇതാണ് എനിക്ക് വേണ്ടത്, സ്നാപക യോഹന്നാൻ്റെ തല വെട്ടിയെടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് എനിക്ക് കൊണ്ടുവന്ന് തരണം. രാജാവിന് ആദ്യം ഇച്ചിരി വിഷമം തോന്നിയെങ്കിലും അവിടെ കൂടിയിരുന്ന മനുഷ്യരെ മാനിച്ചുകൊണ്ട്, അതായത് അവരുടെ മുമ്പിൽ എനിക്ക് വാക്ക് പാലിക്കണം, ഇനി അതിനു വേണ്ടി ഓർഡർ ഇട്ടു സ്നാപകൻ്റെ തല വെട്ടിക്കൊണ്ടുവരാൻ. അവരത് ചെയ്തു. അത് സലോമിക്ക് കൊണ്ട് കൊടുത്തു. സലോമി അതുകൊണ്ടായി അമ്മയ്ക്ക് കൊടുത്തു. അമ്മ എന്താ ചെയ്തെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പിന്നീടുണ്ടായൊരു കാര്യം, അതാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. ഈ സലോമിയുടെ അന്ത്യം, ഹെറോദിയായുടെ അന്ത്യം, ഹെറോദേസിൻ്റെ അന്ത്യം, ഇതെല്ലാം വളരെ ശോചനീയമായിരുന്നു, പരിതാപകരമായിരുന്നു. ഇനി അവരെല്ലാം അവരുടെ അന്ത്യം കുറിച്ചത് എപ്രകാരം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം, അതുപോലെ തന്നെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. സലോമി ഒരു ഈ സ്കേറ്റിംഗ് പോലത്തെ ഒരു പ്രോഗ്രാം ഐസിൻ്റെ മുകളിലൂടെ, ഇനി അങ്ങനെ നല്ല ഡാൻസുകാരിയായിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ ആ സദസ്സിലുണ്ടായിരുന്നവരെല്ലാം ലഹരി പിടിപ്പിച്ചത്. ഇവളിങ്ങനെ ഐസിൻ്റെ മുകളിൽ ഡാൻസ്, സ്കേറ്റിംഗ് അത് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഐസ് പൊട്ടി, അത് വേർപെട്ടിട്ട് ഇവളതിനകത്തേക്ക് പോയി. കറക്റ്റ് അവളുടെ കഴുത്ത് ആ മുകളിൽ വരുന്ന ആ സമയത്ത് ഈ ഐസ് പാളി വീണ്ടും തിരിച്ചു വന്നു. കത്തി കൊണ്ട് മുറിക്കുന്നതിനേക്കാൾ ഷാർപ്പായിട്ട് മുറിക്കാൻ പറ്റും ഈ ഐസ് പാളിക്ക്. അങ്ങനെ അവളുടെ തല മാത്രം മുറിഞ്ഞ് ഐസിൻ്റെ മുകളിലിരുന്നു, ഉടലകത്തേക്ക് പോയി. തല കൊയ്യിച്ചവളുടെ തല കൊയ്യപ്പെട്ടത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് വചനം ഒരു കാര്യം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ പ്രവൃത്തി നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും, നിന്റെ നുണ നിന്റെ തന്നെ തലയ്ക്ക് തിരിച്ചടിക്കും എന്നുള്ളത് ദാനിയേൽ സൂചിപ്പിച്ച ഒരു കാര്യം കൂടിയാണ്. ഇതോടൊപ്പം ഏതാനും ചില വചനഭാഗങ്ങൾ കൂടി, ഏതാനും ചില ബൈബിൾ ക്യാരക്ടേഴ്സിനെ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഈ സന്ദേശം
കൂടുതൽ വ്യക്തമാക്കുന്നതാണ് അവരെല്ലാം. നമ്മൾ കാണുന്നുണ്ട് ഏലിയായും അതുപോലെ തന്നെ ജസബലും. നമ്മൾ കാണുന്നുണ്ട് ജസബലിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു, ആഹാബ് രാജാവിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു. ഇനി ഇവര് ഏലിയ പ്രവാചകന്റെ തല കൊയ്യും എന്ന് പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാണ് ജസബൽ. പിന്നീട് നമ്മൾ കാണുകയാണ് അവളുടെ അന്ത്യം എങ്ങനെയായിരുന്നു. യേഹൂ പ്രവാചകൻ ആ ഭവനത്തിലേക്ക് വന്നപ്പോൾ, അവളുടെ കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ, അവള് മുകളിലത്തെ നിലയിൽ ബ്യൂട്ടീഷ്യൻ പണിയൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. യേഹൂ ആവശ്യപ്പെട്ട ഒരു കാര്യം, അവളെ എടുത്ത് താഴേക്ക് എറിയാൻ പറഞ്ഞു. അവളുടെ തന്നെ അംഗരക്ഷകരാണ്. അവർ വന്നിട്ട് അവളെ എടുത്ത് താഴേക്ക് എറിഞ്ഞു. അങ്ങനെ അവള് താഴെ വീണ് അവളുടെ രക്തം ആ ഭിത്തിയിലെല്ലാം ചീറ്റി പതിഞ്ഞു എന്നാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. മാത്രമല്ല കുതിരകൾ വന്നിട്ട് അവളെ ചവിട്ടി തേച്ചു. കുതിരകൾക്ക് ചവിട്ടിയിട്ട് പൊട്ടാത്ത ചില ഭിത്തികളും തലയോട്ടിയും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അടക്കം ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അവളുടെ മാംസം നായ്കൾ ഭക്ഷിച്ചു, കുതിര അവളെ ചവിട്ടി തേച്ചു. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 9-ാം അധ്യായം 30 മുതൽ വായിക്കുമ്പോൾ ജസബലിൻ്റെ അന്ത്യം എന്ന തലക്കെട്ടിൽ ഈ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിരിക്കുന്നതാണ്. രണ്ടാമതൊരു ബൈബിൾ കഥാപാത്രത്തെ നമുക്ക് കാണാൻ പറ്റും. അതാണ് പ്രവാചകന്റെ കരണത്തടിച്ച ഒരു വ്യക്തി. അവന് പിന്നീട് എന്താ സംഭവിച്ചത് എന്ന് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തം 18-ാം അധ്യായം 23 മുതൽ വായിക്കുമ്പോൾ കെനാനയുടെ മകൻ സെദക്കിയ മിഖായ പ്രവാചകൻ സത്യപ്രവാചകനായിരുന്നു. ഇനി അവൻ സത്യം പ്രവചിച്ചപ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ് സെദക്കിയ പറഞ്ഞിരുന്നത്. ആഹാബ് ഈ യുദ്ധത്തിൽ ജയിക്കും എന്ന് പറഞ്ഞു. പക്ഷേ മിഖായ പറഞ്ഞത് അവൻ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടും. അതാണ് സംഭവിച്ചത്. ഇങ്ങനെ തിരിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ സെദക്കിയ വന്നിട്ട് ചെയ്തൊരു കാര്യം, മിഖായയുടെ കരണത്തടിച്ചു. എന്നിട്ട് ചോദിച്ചൊരു ചോദ്യം, എൻ്റെ ആത്മാവ്, ഞാൻ ഈ പ്രവചിച്ചപ്പോൾ പ്രവചിക്കാൻ എന്നെ പ്രേരിപ്പിച്ച എൻ്റെ ആത്മാവ് എപ്പോഴാണ് നിൻ്റെ അടുത്തേക്ക് വന്നത്? ഇനി അതിന് മറുപടിയായിട്ട് മിഖായ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഒളിക്കാൻ ഒരു ഇടം അന്വേഷിക്കുന്ന സമയം, ആ സമയത്ത് നീ മനസ്സിലാക്കിക്കോളും. പിന്നീട് എന്താ സംഭവിച്ചത് എന്ന് 2 രാജാക്കന്മാർ 25-7 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ സെദക്കിയായുടെ പുത്രന്മാരെ വധിച്ചു, കണ്ണുകൾ ചൂഴ്ന്നെടുത്തു, ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ചു, ബാബിലോണിലേക്ക് അവനെ നാട് കടത്തി. ഇതെല്ലാം അവന് സംഭവിച്ച കാര്യങ്ങളാണ്. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ പ്രവൃത്തി നമ്മുടെ തന്നെ തലയിൽ വന്ന് വീഴും. ഈ സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് ആ ഒരു കാര്യമാണ്. നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റിയാൽ അത് അനുഗ്രഹമായിട്ട് നമ്മുടെ മേൽ, നമ്മുടെ വരും തലമുറയുടെ മേൽ വീഴും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ചെയ്യുന്നത് പാപപ്രവൃത്തികളും ദൈവത്തിന് അപ്രീതി ഉളവാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ശിക്ഷ, അതിൻ്റേതായിട്ടുള്ള ഒരു ഫലം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും ഇപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.